സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 7. ട്രെയിനിൻ്റെ സൈറൺ കേട്ടതും യോഹന്നാൻ എഴുന്നേറ്റ് മുറിയുടെ പിന്നിലെ ജനാലയ്ക്കൽ പോയി നിലയുറപ്പിച്ചു. ലോഡ്ജ് മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ മുതൽ യോഹന്നാൻ ഇങ്ങനെയാണ്. ഏതെങ്കിലും ട്രെയിനിൻ്റെ ശബ്ദം കേട്ടാൽ ഉടൻ പിന്നിലെ ജനാലയ്ക്കൽ ചെന്ന് നിൽക്കും. അയാൾക്ക് തീവണ്ടി വരുന്നതും പോകുന്നതും കാണണം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ഓവർബ്രിഡ്ജിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജിലാണ് അയാൾ റൂമെടുത്തിരിക്കുന്നത്. അതിൻ്റെ 3-ാം നിലയിലെ ഒരു മുറിയിലാണ് താമസം. അതിൻ്റെ പിന്നിലെ ജനൽ തുറന്നു നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ യാർഡും അറിയാത്ത ദിക്കിലേക്ക് നീണ്ടു പോകുന്ന റെയിൽ പാളങ്ങളും റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പാർശ്വ ദൃശ്യവും അവിടെ നിന്നാൽ കിട്ടും. സ്റ്റേഷനിൽ കാണപ്പെട്ട തീവണ്ടികളുടെ എണ്ണം യോഹന്നാനെ അതിശയിപ്പിച്ചിരുന്നു. ഒരു തീവണ്ടി കൂടി സ്റ്റേഷനിലേക്ക് വേഗത കുറച്ച് പോകുന്നത് യോഹന്നാൻ കണ്ടു. വളർന്നു പിളർന്നു വളരുകയും ചെയ്യുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കിടക്കയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അതിശയം വിടാതെ യോഹന്നാൻ പറഞ്ഞു, അസല് പെരുമ്പാമ്പ് പോലെ തന്നെ. തനിക്ക് ഈ തീവണ്ടി കണ്ട് കൊതി തീർന്നില്ലേ ഇതുവരെ? മണ്ഡലം പ്രസിഡന്റ് ടോണി മാത്യു തെല്ല് ഈർഷ്യയോടെ ചോദിച്ചു. എത്ര കണ്ടാലും മതി വരികയെന്നേ. എത്ര എണ്ണമാ വരികയും പോവുകയും ചെയ്യുന്നേ? ഇതെല്ലാം എവിടുന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നോ? യോഹന്നാൻ ഒരു ബീഡി കൊളുത്തി. ഇന്നലെ രാത്രിയിൽ എത്തിയതാണ് യോഹന്നാനും മണ്ഡലം പ്രസിഡന്റും. രാവിലെ മുതൽ യോഹന്നാൻ ജനാലയ്ക്കൽ തന്നെയുണ്ട്. 10 മണിക്ക് രണ്ടുപേരും കൂടി സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു. ഇനി ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടി സെക്രട്ടേറിയറ്റിൽ പോകണം. കഴിഞ്ഞ കൊല്ലത്തെ ഉരുൾപൊട്ടലിൽ യോഹന്നാൻ്റെ കൃഷി കുറേ നശിച്ചുപോയി. വീടിൻ്റെ അടുക്കളയിരുന്ന ഭാഗവും മലവെള്ളപ്പാച്ചിലിൽ അടർന്നുപോയി. കുടുംബം ഒന്നടങ്കം ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകേണ്ടതായിരുന്നു. രാത്രിയിലായിരുന്നു സംഭവം. കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ പതിവിലും നേരത്തെ അത്താഴം കഴിച്ചും കുരിശു വരച്ച് കിടക്കാനൊരുങ്ങുമ്പോഴാണ് മല മറിഞ്ഞു വരുന്നത് പോലൊരു ഒച്ച കേട്ടത്. വീടിൻ്റെ ഭിത്തിയിൽ എന്തോ ശക്തമായി വന്നിടിച്ചതുപോലെ വീടുലഞ്ഞു. സിമൻറ്റ് കട്ടകൾ ഇളകി, ഇഷ്ടികകൾ പൊളിഞ്ഞു വീണു. മേൽക്കൂര ഞെരിഞ്ഞു പോകുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ഓടുകൾ നിലത്ത് വീണ് പൊട്ടി. പിന്നാലെ ഭയാനകമായ ഒരാരവം. യോഹന്നാൻ്റെ ഭാര്യയും കുട്ടികളും ഉറക്കം നിലവിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അരുവി ഒഴുകിപ്പോകുന്നത് പോലൊരു ശബ്ദം മാത്രം അവശേഷിച്ചു. യോഹന്നാൻ തീപ്പെട്ടിക്കമ്പുരച്ച് വിളക്ക് കൊളുത്തി നോക്കുമ്പോൾ തങ്ങൾ അല്പം മുമ്പ് അത്താഴം കഴിച്ച അടുക്കള കാണാനില്ല. പകരം കുറെ കല്ലും മണ്ണും ചെളിയും കലങ്ങിയ നീരൊഴുക്കും. പിറ്റേന്ന് രാവിലെയാണ് തൻ്റെ കൃഷിഭൂമിയുടെ അവസ്ഥ യോഹന്നാൻ കണ്ടത്. കാപ്പിയും കുരുമുളക് പൊടികളും കൊക്കോയും തഴച്ചു നിന്ന 3/4 ഏക്കർ പറമ്പ് ഏതോ പ്രകൃതിശക്തി നക്കിയെടുത്തുകൊണ്ട് പോയതുപോലെ. അവശേഷിക്കുന്നത് കുറേ ഉരുളൻ കല്ലുകളും ചെളിയും പാറയും മാത്രം. അന്ന് മുതൽ യോഹന്നാൻ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. ഉരുൾപൊട്ടലിൽ കൃഷിനാശമുണ്ടായവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായധനം നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ് എന്നീ പ്രാഥമിക കടമ്പകൾ പിന്നിട്ട് യോഹന്നാൻ്റെ ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത്രയും ആയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു പോയി. അടുത്ത മഴക്കാലവും വന്നു. സെക്രട്ടേറിയറ്റിൽ എവിടെയോ കുരുങ്ങിക്കിടക്കുകയാണ് യോഹന്നാൻ്റെ ഫയൽ. അതൊന്ന് കുത്തി ഇളക്കി വിടാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റിൻ്റെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് യോഹന്നാൻ. മണ്ഡലം പ്രസിഡന്റ് ശ്രമിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് മണ്ഡലത്തിൽ പരക്കെയുള്ള വിശ്വാസം. വല്ല രക്ഷയും ഉണ്ടാകുമോ സാറേ? അതോ കാശ് മുടക്കി തിരുവനന്തപുരം വന്നത് വെറുതെ ആകുമോ? സഹായധനമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്താടോ? തനിക്ക് കുറേ ട്രെയിൻ കാണാൻ പറ്റിയില്ലേ? കാശ് ചിലവായാൽ എന്താ? ഒരു നഷ്ടവും വിചാരിക്കാനില്ല. തിരുവനന്തപുരം കണ്ട ചരിത്രം തനിക്ക് നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയാമല്ലോ. സാറിന് കളിതമാശ. നമ്മുടെ വയറ്റിപ്പിഴപ്പാണ് മുട്ടിക്കിടക്കുന്നത്. യോഹന്നാൻ ആദ്യമായിട്ട് വരികയാണ് തിരുവനന്തപുരത്ത്. ആ 3-ാം നില ജാലകത്തിലൂടെ കാണാവുന്ന നഗരക്കാഴ്ച അയാളെ ഹഠാത് ആകർഷിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞ് യോഹന്നാൻ എൻ്റെ കൂടെ സെക്രട്ടേറിയറ്റിലേക്ക് വരണമെന്നില്ല, ടോണി മാത്യു പറഞ്ഞു. അതെന്നാ സാറേ? താൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ അവിടെ ഇവിടെ മിഴിച്ചു നോക്കി നിൽക്കാമെന്നല്ലാതെ. അതും ഒരു കണക്കിന് ശരിയാ. വീണ്ടും ഒരു തീവണ്ടിയുടെ ശബ്ദം കേട്ട് യോഹന്നാൻ ടോണിയെ നോക്കി. പോയി കണ്ടോടാ, ടോണി ചിരിയോടെ പറഞ്ഞു. യോഹന്നാൻ ജനാലയ്ക്കലേക്ക് നീങ്ങി. അല്പം കഴിഞ്ഞ് യോഹന്നാൻ നേതാവിൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, എവിടെയാ ഈ ഊളംപാറ? തിരുവനന്തപുരത്താണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ആ, തിരുവനന്തപുരത്ത് തന്നെ. തനിക്കെന്താ ഊളംപാറയിൽ കാര്യം? ഇവിടെ അടുത്താണോ? പേരൂർ കടയിലാ. ഇവിടെ നിന്ന് 5-8 കിലോമീറ്റർ പോകണം. എന്താ, തൻ്റെ ആരെങ്കിലും ഉണ്ടോ ഊളംപാറയിൽ? എനിക്ക് പരിചയമുള്ളൊരു പാമ്പ് അവിടെ കിടപ്പുണ്ട്. 1 കൊല്ലം മുമ്പാ. ഇപ്പോഴുണ്ടെന്നറിയാൻ മേല.
തനിക്ക് വേണമെങ്കിൽ പോയി ഒന്ന് കണ്ടിട്ട് പോരെ? ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് വരുമ്പോഴേക്കും വന്നാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അതും ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്. തനിക്ക് എന്താ പേടിയാണോ? പേടിക്കാനൊന്നുമില്ലടോ. ഏതെങ്കിലും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഊളംപാറ പോകണമെന്ന് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുപോയി വിട്ടോളും. പേടിയൊന്നുമില്ല, തിരിച്ചു വരുന്ന കാര്യമാ പ്രശ്നം. അവിടുന്ന് ഓട്ടോയിൽ കയറി ഇവിടെ വന്നിറങ്ങണം. തനിക്ക് ഹോട്ടലിൻ്റെ പേരറിയില്ലേ? എനിക്കറിയാം, പക്ഷേ ഇവിടുത്തെ ഓട്ടോക്കാർക്കറിയാവോ? അതൊക്കെ അറിയാമടോ. അപ്പം നമുക്കിന്ന് തിരിച്ചു പോകണ്ടേ? ഇനി നാളെ രാവിലെ തിരിച്ചു പോക്കുണ്ടാവും. എനിക്ക് വേറെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. ഹോട്ടലിലെ വാടക ഒരുപാടാകത്തില്ലേ സാറേ? പിന്നെ ചുമ്മാ കാര്യം നടക്കുമോ കാര്യം? എടോ, ടോണി മാത്യു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് സാധിച്ചോണ്ടേ വരൂ. എന്നിട്ടും യോഹന്നാൻ്റെ മുഖത്ത് ആശങ്ക അവശേഷിച്ചു. തേയിലത്തോട്ടത്തിലെ ലയങ്ങൾ പോലെ നീണ്ട ഒറ്റനില കെട്ടിടങ്ങൾ, പ്രാന്താശുപത്രിയുടെ വിവിധ ബ്ലോക്കുകൾ കണ്ടിട്ട് യോഹന്നാൻ അങ്ങനെയാണ് തോന്നിയത്. ചേട്ടൻ്റെ കയ്യിൽ ബീഡിയുണ്ടോ ഒരെണ്ണം എടുക്കാൻ? കൂടെ വഴികാട്ടിയായി വന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു. അതിനെന്നാ, തരാമല്ലോ. യോഹന്നാൻ ബീഡിക്കൂടെടുത്ത് അതിൽ നിന്നൊരു ബീഡി ഊരി ചെറുപ്പക്കാരന് കൊടുത്തു. നിന്റെ പേരെന്നതാ? ഷാജി. ഇവിടെ ജോലിക്ക് ചേർന്നിട്ട് എത്ര നാളായി? ജോലിയോ? ഷാജി ചിരിച്ചു. തലയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് കൊണ്ടുവന്നതാ എന്നെ. ഇപ്പോൾ ഇത് 4ാമത്തെ കൊല്ലമാണ്. യോഹന്നാൻ പെട്ടെന്ന് നിന്ന് ഷാജിയെ സൂക്ഷിച്ചു നോക്കി. ചേട്ടൻ പേടിക്കണ്ട, എൻ്റെ അസുഖമെല്ലാം കുറഞ്ഞു. 2 ദിവസത്തിനകം എനിക്ക് വീട്ടിൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശരിയാണോ? യോഹന്നാൻ്റെ സംശയം തീർന്നില്ല. അസുഖമുള്ളവരെ ഇങ്ങനെ ഇറക്കി വിടില്ല ചേട്ടാ. എന്നാലും എനിക്കിപ്പോൾ ഇവിടെ ഓരോ ഡ്യൂട്ടിയുണ്ട്. അസുഖം കൂടുതലുള്ളവർക്ക് മരുന്ന് കൊടുക്കാൻ സഹായിക്കണം. ചിലരെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണം. ഇവിടെ ഓരോരുത്തരെ കാണാൻ വരുന്നവരെ കൊണ്ടു നടന്ന് ശരിയായ ആളെ കാട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ചേട്ടനെ എൻ്റെ കൂടെ വിടുമോ? ഓ, അത് ശരിയാണല്ലോ. ദാ അത് സ്ത്രീകളുടെ ബ്ലോക്കാ. ഒരു നിര കെട്ടിടങ്ങൾ ചൂണ്ടിക്കാട്ടി ഷാജി പറഞ്ഞു. അതിവിശാലമായ ആ കോമ്പൗണ്ട് യോഹന്നാനെ അത്ഭുതപ്പെടുത്തി. അനേക ഏക്കർ വിസ്തീർണം, അവിടെ നീണ്ട കെട്ടിടങ്ങൾ. ദാ ഈ കാണുന്നതാ സുഖപ്പെടാത്ത രോഗികളെ ഇട്ടിരിക്കുന്ന സ്ഥലം. ഒരു കെട്ടിടം കാണിച്ചിട്ട് ഷാജി പറഞ്ഞു. അതൊന്നും ഒരു കാലത്തും രക്ഷപ്പെടുകയല്ല ചേട്ടാ, ഹോപ്പ്ലെസ് കേസാ. ദാ അഴിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടോ? വലിയ കോടീശ്വരനാ, ഭാര്യയും മക്കളും ഒക്കെയുണ്ട്. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയേല. 8-9 കൊല്ലമായി. അപ്പം മരണം വരെ? മരണം വരെ. ഷാജി തലകുലുക്കി. അവർ കുറേ കൂടി മുമ്പോട്ട് പോയി. ഓരോ ബ്ലോക്കിലേക്കും തിരിഞ്ഞു പോകുന്ന നല്ല ഒന്നാന്തരം ടാർ റോഡുകൾ, വൃത്തിയുള്ള പരിസരങ്ങൾ, വനഭൂമിയുടെ പച്ചപ്പും തണലും. ആ ബ്ലോക്കിലാണ് വയലൻ്റ് ആകുന്നവരെ ഇട്ടിരിക്കുന്നേ. അവിടെ ഉള്ളതെല്ലാം പ്രശ്നക്കാരാ. ഞാൻ ഇങ്ങനൊന്നുമല്ല വിചാരിച്ചത് കേട്ടോ. ഒരു വലിയ കെട്ടിടത്തിനകത്ത് കുറേ ഭ്രാന്തന്മാരെ അടച്ചിട്ടിരിക്കുവാണെന്നാ. റോഡ് വിട്ട് നടപ്പാതയിലൂടെ ഇറങ്ങി അവർ മറ്റൊരു ബ്ലോക്കിന് മുന്നിലെത്തി. ചേട്ടാ, അടഞ്ഞ അഴിവാതിലിനപ്പുറത്തു നിന്ന് വിളിയച്ച കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കി. ഒരാൾ പരിചയഭാവത്തിൽ അഴികളിൽ പിടിച്ചു നിന്ന് യോഹന്നാനെ നോക്കി ചിരിച്ചു. ബീഡിയുണ്ടോ ചേട്ടാ? വാ. ഷാജി യോഹന്നാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീങ്ങി. നീ എന്നെ പിടിക്കുകയും മറ്റും വേണ്ട. യോഹന്നാൻ കൈ വലിച്ചെടുത്തു. തൊട്ടടുത്ത സെല്ലിൽ നിന്ന് വീണ്ടും വിളിയച്ച. ചേട്ടാ, അത് മറ്റൊരാളാണ്. ചേട്ടാ, ഒരു ബീഡി. ആ ബ്ലോക്കിൻ്റെ മുറ്റത്തുകൂടി നടന്ന് 2 പേരും അടുത്ത ബ്ലോക്കിൻ്റെ വരാന്തയിൽ കയറി. ഓരോ സെല്ലുകൾക്ക് മുന്നിലും നിന്ന് അഴികളിലൂടെ പുറത്തേക്ക് കൈയിട്ട് ഓരോരുത്തർ വിളിക്കുകയും ബീഡി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ബീഡിയാ, ഷാജി പറഞ്ഞു. ഭക്ഷണം കിട്ടിയില്ലേലും വേണ്ടില്ല, ബീഡി കിട്ടിയാൽ സ്വർഗം കിട്ടിയ പോലെയാ. എൻ്റെ കയ്യിലുള്ള ബീഡി മുഴുവൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇരിക്കട്ടെ, വാ. ബ്ലോക്കിൻ്റെ വരാന്തയിലൂടെ നടന്ന് അവർ അങ്ങേയറ്റത്തെ സെല്ലിന് മുന്നിലെത്തി. ദാ ഇതാണ്, ഷാജി പറഞ്ഞു. കയ്യിലിരുന്ന ചെറിയ ചൂരൽ വടി കൊണ്ട് ഷാജി കമ്പി അഴിയിൽ തട്ടി ശബ്ദമുണ്ടാക്കി. സെല്ലിലെ കോൺക്രീറ്റ് സ്ലാബിൽ ഒരാൾ ചുരുണ്ടുകൂടി കിടക്കുന്നത് യോഹന്നാൻ കണ്ടു. ഭക്ഷണം കഴിച്ച പാത്രം എച്ചിലോടുകൂടി നിരത്തിരിപ്പുണ്ട്. അതിൽ ഈച്ച ആർക്കുന്നുണ്ടായിരുന്നു. നരേന്ദ്ര. ചൂരൽ വടി കൊണ്ട് കമ്പിയിൽ തട്ടി ഷാജി വീണ്ടും വിളിച്ചു. സ്ലാബിൽ കിടന്ന മനുഷ്യരൂപം തല പൊക്കി നോക്കി. ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വാ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തപ്പെട്ട പോലെ മനസ്സോടെ അയാൾ എഴുന്നേറ്റു. ഇരുന്നു കൊണ്ട് അതൃപ്തിയോടെ എന്തോ പിറുപിറുത്തു. ഇങ്ങോട്ട് വാ, ഷാജി ക്ഷണിച്ചു. തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ ഷാജി നിൽക്കുന്നിടത്തേക്ക് നോക്കി. പിന്നെയും മടിച്ചിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് സമയമെടുത്തു അയാൾ എഴുന്നേറ്റ് അഴിവാതിലിലേക്ക് വരാൻ.
അഴികളിൽ പിടിച്ചുകൊണ്ട് അയാൾ ഷാജിയെയും യോഹന്നാനെയും മാറി മാറി നോക്കി. അവൻ്റെ കൃഷ്ണമണികൾ സദാ ചലിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ സ്തബ്ധനായി നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 2 വർഷം മുമ്പ് നല്ല ഉത്സാഹത്തോടും പ്രതീക്ഷയോടും കൂടെ തൻ്റെ വീട്ടിലേക്ക് ജീപ്പ് ഓടിച്ചു വന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ അയാൾ ഓർത്തു. ഇപ്പോൾ തൻ്റെ മുമ്പിൽ തലമുടിയും താടിമീശകളും വളർന്ന് താറുമാറായ ഒരു മുഖം, മെലിഞ്ഞുണങ്ങിയ ശരീരം, കരിഞ്ഞ ചുണ്ടുകളും ഒട്ടിയ കവിളുകളും, ഉറക്കം തൂങ്ങിയ മട്ടിലുള്ള നിൽപ്പ്. നരേന്ദ്ര, ഷാജി വിളിച്ചു. അവൻ ഷാജിയുടെ നേർക്ക് പല്ലിളിച്ച് കാട്ടി. ഇയാൾ നിന്നെ കാണാൻ വന്നതാ. ആ, അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മൂളി. നീ അറിയുമോ ഇയാളെ? ആ. ആരാന്നോ? ആരാണെന്ന് പറയൂല. ശബ്ദമില്ലാതെ പല്ലിളിച്ച് ചിരിച്ചുകൊണ്ട് അവൻ ലജ്ജയോടെ പറഞ്ഞു. അതെന്താ പറഞ്ഞ? ഇഷ്ടപ്പെടുകയില്ല. അതൊന്നും സാരമില്ല, നീ പറഞ്ഞോ. പറയട്ടെ? പറ. പാമ്പ്. പറഞ്ഞതും അവൻ ചിരിയോടെ തല കുനിച്ചു കളഞ്ഞു. ഷാജി അന്തം വിട്ടു. പാമ്പോ? യോഹന്നാൻ തരിച്ചു നിൽക്കുകയാണ്. നരേന്ദ്രൻ 2 കൈകൊണ്ടും തല മാന്താൻ തുടങ്ങി. നരേന്ദ്ര, യോഹന്നാൻ വിഷമത്തോടെ വിളിച്ചു. അവൻ വിളി കേട്ടു. നിനക്ക് സുഖമാണോ? സുഖമാ. അവൻ പിന്നെയും നിശബ്ദം ചിരിച്ചു. നീ ഭക്ഷണം മുഴുവൻ കഴിച്ചില്ലല്ലോ നരേന്ദ്ര, ഷാജി എച്ചിൽ പ്ലേറ്റ് നോക്കിക്കൊണ്ട് ചോദിച്ചു. കഴിച്ചില്ല. അതെന്തു പറ്റി? വേണ്ടായിരുന്നോ? വേണ്ടായിരുന്നു. വിശപ്പില്ലാഞ്ഞിട്ടാണോ? വിശപ്പില്ല. ഷാജി യോഹന്നാനെ നോക്കി. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തീരെ മടിയായിരുന്നു. ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ആരെങ്കിലും കാണാൻ വരാറുണ്ടോ? ഇയാളെ ഇവിടെ കൊണ്ടുവന്നേ പിന്നെ ചേട്ടനെ ആദ്യം വരുന്നേ. ചേട്ടൻ്റെ ആരാ ഇയാൾ? എൻ്റെ ആരുമല്ല, പരിചയമുണ്ടെന്നേ ഉള്ളൂ. ഇയാൾ ഇവിടെയാണെന്ന് ഇപ്പോഴാണോ അറിയുന്നേ? അറിഞ്ഞിട്ടൊരു കൊല്ലമായി. അങ്ങ് ദൂരെ ഇടുക്കി ജില്ലയിലാണ് എൻ്റെ വീട്. അത് ശരി. ഇയാൾക്ക് ആരുമില്ലേ? ഉണ്ടായിരുന്നു, എല്ലാവരും പോയി. മരിച്ചോ അതോ ഉപേക്ഷിച്ചോ? യോഹന്നാൻ അതിന് മറുപടി പറഞ്ഞില്ല. ജയിലിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ട്? ഷാജി വീണ്ടും ചോദിച്ചു. അതിനും മറുപടി ഉണ്ടായില്ല. മരുന്ന് കൊടുക്കുന്നുണ്ട്, മിക്കവാറും സുഖപ്പെട്ടേക്കും. പക്ഷേ സമയം കുറെ പിടിക്കും, ഷാജി പറഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാം. യോഹന്നാൻ പോകാനായി തിരിഞ്ഞു. ചേട്ടാ, നരേന്ദ്രൻ വിളിച്ചു. യോഹന്നാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ബീഡിയുണ്ടോ ഒരെണ്ണം? യോഹന്നാൻ ബീഡിക്കൂടിനുള്ളിൽ നിന്ന് ഒരു ബീഡി എടുത്തു കൊടുത്തു. ആർത്തിയോടെ അവൻ ബീഡിക്കൂടിലേക്ക് നോക്കി. ഒരെണ്ണം കൂടെ. യോഹന്നാൻ ബീഡി പാക്കറ്റോടെ അവന് കൊടുത്തു. അവനൊന്ന് ചിരിച്ചു. കണ്ടോ അവൻ്റെ സന്തോഷം? ഷാജി ചിരിയോടെ പറഞ്ഞു. തിരിച്ചു പോരുമ്പോൾ യോഹന്നാൻ പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുത്ത് ഷാജിയുടെ കയ്യിൽ കൊടുത്തു. അവന് ഇഷ്ടം പോലെ ബീഡി മേടിച്ചു കൊടുത്തേക്കണം. കാർ നിർത്താതെ ഹോണടിക്കുന്നത് കേട്ട് ഗേറ്റ് കീപ്പർ ഗേറ്റിലേക്ക് ഓടിച്ചെന്നു. തിടുക്കത്തിൽ അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. കാർ വെള്ളികുളം എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ കാർ പോർച്ചിലേക്ക് കയറിപ്പോയി. കാർ നിന്ന ഉടനെ ഡോർ തുറന്ന് 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടി ചാടി ഇറങ്ങി. ജീൻസിൻ്റെ 2 പോക്കറ്റുകളിലും 2 കൈയും തിരികെക്കൊണ്ട് അവൻ സാഗൂതം ചുറ്റുപാടുകൾ നോക്കി. എന്നിട്ട് കാറിനുള്ളിലേക്ക് നോക്കി പറഞ്ഞു. കമോൺ മമ്മി, ഇറങ്ങി വാ. ഡോർ തുറന്ന് ബാക്ക് സീറ്റിൽ നിന്ന് ശൈലജ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ധർമ്മരാജൻ എവിടെ നിന്നോ ഓടിക്കിതച്ചെത്തി. ധർമ്മരാജൻ ശൈലജയുടെ മുമ്പിൽ വിധേയനെ പോലെ നിന്നു. ഏതാജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാർ. ധർമ്മരാജൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ശൈലജ ചിരിയോടെ ചോദിച്ചു. ഞാൻ എവിടെ പോകാനാ കുഞ്ഞേ? അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇപ്പോഴും താൻ തന്നെയാണോ? ഇവിടെ കഴിഞ്ഞ 3-3.5 വർഷത്തിനിടയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ. ഇല്ല. കുഞ്ഞെന്നാ അബുദാബിയിൽ നിന്ന് വന്നത്? വന്നിട്ട് 1 മാസമായി. ഭർത്താവോ? അടുത്ത മാസമേ വരൂ. ഞാനും മോനും 2 മാസം മുമ്പേ പോന്നു. വൈശാഖേട്ടനൊരു യൂറോപ്യൻ ടൂറുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒറ്റയ്ക്കാവൂലോ. അതുകൊണ്ടാണ് നേരത്തെ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. കഴിഞ്ഞ വർഷം അവധിക്ക് വന്നപ്പോൾ എസ്റ്റേറ്റിലോട്ടൊന്നും വന്നില്ലല്ലോ കുഞ്ഞ്. അന്ന് ഞങ്ങളുടെ അവധിക്കാലം ചാർട്ട് ചെയ്തത് അച്ഛനായിരുന്നു. അതിൽ എസ്റ്റേറ്റില്ലായിരുന്നു, ശൈലജ പറഞ്ഞു. അതിന് മുൻപ് വന്നപ്പോഴും കണ്ടില്ല. അന്ന് മോൻ പുടുക്കുഞ്ഞല്ലായിരുന്നോ? എങ്ങോട്ടും പോയില്ല. അബുദാബിയിൽ എങ്ങനെ, അസുഖം തന്നെയാണോ? സുഖക്കുറവൊന്നുമില്ല. അച്ഛൻ എന്തിയെ പോന്നില്ലേ? വരുമെന്ന് ഫോൺ ചെയ്തിരുന്നല്ലോ. അടിമാലി വരെ അച്ഛൻ്റെ കാർ ഞങ്ങളുടെ തൊട്ടു പുറകെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടാവും. ശൈലജയുടെ മോൻ അവളെ തോണ്ടി. എന്നിട്ട് ചോദിച്ചു, ആരാ മമ്മി ഇത്? മമ്മിയുടെ അച്ഛൻ്റെ PA, ശൈലജ ചെറുചിരിയോടെ പറഞ്ഞു. ധർമ്മരാജൻ അവൻ്റെ മുടിയിലൊന്ന് തലോടി. അവൻ ആ കൈ പതുക്കെ പിടിച്ചു മാറ്റി. മോൻ്റെ പേരെന്താ? ധർമ്മരാജൻ ചോദിച്ചു. വിജയ്, അവൻ പറഞ്ഞു.
പെട്ടെന്ന് ആൾക്കാരുമായി ഇണങ്ങുന്ന കൂട്ടത്തിലല്ല അല്ലേ? ധർമ്മരാജൻ ശൈലജയെ നോക്കി. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവന് ഇഷ്ടപ്പെടണം, ശൈലജ പറഞ്ഞു. ഇവിടെ എത്ര ദിവസം ഉണ്ടാകും? 2-3 ദിവസം. ഡിക്കിയിലിരിക്കുന്ന പെട്ടികളെടുത്ത് റൂമിലേക്ക് വെപ്പിക്കണേ. അത്രയും പറഞ്ഞിട്ട് ശൈലജ മോനെയും കൂട്ടി ബംഗ്ലാവിനുള്ളിലേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ മഹാദേവൻ തമ്പിയുടെ ബെൻസ് കാർ ബംഗ്ലാവിൻ്റെ ഗേറ്റ് കടന്നു വന്നു. ധർമ്മരാജൻ ആദ്യം വന്ന കാറിൽ നിന്ന് ലഗേജുകൾ ജോലിക്കാരെ കൊണ്ട് എടുപ്പിച്ച് അകത്ത് വെപ്പിക്കുകയായിരുന്നു. മഹാദേവൻ തമ്പിയുടെ കാർ വരുന്നത് കണ്ടയുടൻ ധർമ്മരാജൻ്റെ ശ്രദ്ധ അങ്ങോട്ടായി. തമ്പി കാറിൽ നിന്നിറങ്ങി. ശൈലമോൾ എന്തിയടാ? തമ്പി ധർമ്മരാജനോട് തിരക്കി. മോനെയും കൂട്ടി അകത്തേക്ക് പോയി. മഹാദേവൻ തമ്പി ചുറ്റുപാടും നോക്കി. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, നീങ്ങുവാ. ശൈലമോൾ നിന്നോട് വല്ലതും ചോദിച്ചോ? ഇല്ല. എന്തു ചോദിക്കാൻ? ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. എന്നാൽ ചിലപ്പോൾ ചോദിച്ചേക്കും. എന്താ? നരേന്ദ്രൻ്റെ കാര്യം എന്തെങ്കിലും? ധർമ്മരാജൻ വിസ്മയിച്ചു. അതൊക്കെ മറക്കാൻ കാലമായില്ലേ മുതലാളി? ഭർത്താവായി, ഒരു കുഞ്ഞായി, കൊല്ലങ്ങളും കഴിഞ്ഞുപോയി. അതൊക്കെ ശരി തന്നെ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അവൾ നാട്ടിൽ നിന്നും അകന്നു നിൽക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടെ നടന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. 2 തവണ അവധിക്കാലത്ത് മോൾ നാട്ടിൽ വന്നിരുന്നല്ലോ മുതലാളി. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അന്നേ അന്വേഷിക്കില്ലായിരുന്നോ? നരേന്ദ്രനെ പറ്റി മുതലാളിയോട് എന്തെങ്കിലും ചോദിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. അതാണ് അതിശയം. അതുകൊണ്ട് നീ ഒന്നും വിട്ടു പറഞ്ഞേക്കരുത്. അവനെപ്പറ്റി അന്വേഷിച്ചാൽ ഇത്രമാത്രം പറഞ്ഞാൽ മതി. കള്ളവാറ്റിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ജയിലിലടച്ചെന്നും. ബാക്കിയൊന്നും നിനക്കറിയില്ല, മനസ്സിലായോ? അത്ര തന്നെ പറയണോ മുതലാളി? അവൻ്റെ കാര്യം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ പോരെ? നമ്മളവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നോ മറ്റോ? അതവൾ സംശയിക്കും. കാരണം നമ്മളെന്ന് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വിവരം അവൾക്കറിയാം. അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കാനും അന്വേഷിക്കാനും ഇട കൊടുക്കരുത്. ഇതും സംശയിച്ചാലോ? പഴയ ചില പത്രങ്ങളുടെ ഫോട്ടോ കോപ്പി ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വ്യാജമദ്യ കേസിൽ അവനെ അറസ്റ്റ് ചെയ്തതും മറ്റും. ധർമ്മരാജൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ മുതലാളി ഇത് ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ്. അതെ. എന്താ രണ്ടുപേരും കൂടി വലിയ ഗൂഢാലോചന? ചോദ്യം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു. ശൈലജ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ കൈ പിടിച്ച് വിജയും. പതറിപ്പോയ മഹാദേവൻ തമ്പി പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുത്തു. എന്ത് ഗൂഢാലോചന? ഞങ്ങൾ എസ്റ്റേറ്റ് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിങ്ങനെ മാറി നിന്ന് ഒതുക്കത്തിൽ സംസാരിക്കണോ? അതും അച്ഛൻ കാറിൽ വന്നിറങ്ങിയ ഉടനെ? ശൈലജ ചിരിയോടെ ചോദിച്ചു. സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് നടന്നേ ഉള്ളൂ. അല്ലെങ്കിലും അച്ഛനും ധർമ്മരാജനും തമ്മിലുള്ള സംസാരമെല്ലാം തന്നെ രഹസ്യ സ്വഭാവമുള്ളതാണല്ലോ അല്ലേ? ശൈലജ പിന്നെയും ചിരിച്ചു. വിജയ് ഒരു ചിത്രശലഭത്തിൻ്റെ പിറകെ ഓടുകയായിരുന്നു. ഈ ബംഗ്ലാവും പരിസരവുമൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നല്ലോ അച്ഛാ. അത് നിൻ്റെ മനസ്സുറങ്ങിക്കിടക്കുന്നത് കൊണ്ടാ. ഇവിടം എന്നും ഇങ്ങനെ തന്നെയായിരുന്നു, മഹാദേവൻ തമ്പി പറഞ്ഞു. അതുപോട്ടെ, എന്തൊക്കെയാണ് നിൻ്റെ പ്രോഗ്രാം? ഇന്ന് മുഴുവൻ ഈ ബംഗ്ലാവിലും പരിസരത്തും, പിന്നെ വെറുതെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. നാളെ അവൾ ആലോചനയിലാണ്ടു. നാളെ എന്താ? എനിക്ക് മാട്ടുപ്പെട്ടിയിലും മറയൂരിലും പോകണം. മഹാദേവൻ തമ്പി നെറ്റി ചുളിച്ചു. അവിടെ ആരെ കാണാൻ? ആരെയും കാണാനല്ല, വെറുതെ. ഒരിക്കൽ നരേന്ദ്രനോടൊപ്പം അവൾ പോയിട്ടുള്ള സ്ഥലങ്ങളാണതെന്ന് ധർമ്മരാജന് ഓർമ്മ വന്നു. ശരി, നിൻ്റെ ഇഷ്ടം, മഹാദേവൻ തമ്പി പറഞ്ഞു. അച്ഛൻ ചെന്ന് ചായ കഴിക്ക്. ഞങ്ങൾ കഴിച്ചു, ശൈലജ പറഞ്ഞു. ഞാനിവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ. മഹാദേവൻ തമ്പി ധർമ്മരാജനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് നടന്നുപോയി. വിജയ്, ഇവിടെ വാ. ശൈലജ മകനെ വിളിച്ചു. അവൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഗേറ്റ് കീപ്പർ ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ഗ്യാരേജിനോട് ചേർന്നുള്ള ഷെഡിൽ ഇപ്പോൾ ആരും താമസിക്കുന്നില്ലേ? ശൈലജ ഗേറ്റ് കീപ്പറോട് ചോദിച്ചു. ഇല്ല, അത് അടച്ചിട്ടിരിക്കുക. ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ. എനിക്കറിഞ്ഞുകൂടാ. ശൈലജ ഗ്യാരേജിന് മുമ്പിലൂടെ നടന്നുപോയി. എല്ലായിടത്തും വാഗപ്പൂക്കൾ കൊഴിഞ്ഞു കിടന്നിരുന്നു, ചുവന്നതും മഞ്ഞയുമായ പൂക്കൾ. ആ പരിസരത്തെല്ലാം ചുറ്റി നടന്ന ശേഷം അവൾ മോനെയും കൂട്ടി ബംഗ്ലാവിലേക്ക് കയറിപ്പോയി. സന്ധ്യയായപ്പോൾ മഹാദേവൻ തമ്പി കാർ ഓടിച്ച് മൂന്നാറിലേക്ക് പോയി. ധർമ്മരാജൻ ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിൽ ഇരിക്കുകയായിരുന്നു. സന്ധ്യ മുതൽ തണുപ്പും കാറ്റും തുടങ്ങി. ശൈലജ ജോലിക്കാരനെ വിട്ട് ധർമ്മരാജനെ വിളിപ്പിച്ചു. ധർമ്മരാജൻ കഴുത്തിലൊരു കറുത്ത മഫ്ലർ ചുറ്റിക്കൊണ്ട് വാതിൽക്കൽ വന്നു നിന്നു. അകത്തേക്ക് വരൂ, ശൈലജ പറഞ്ഞു. റൂം ഹീറ്ററിൽ നിന്നുള്ള ഇളം ചൂട് റൂമിനുള്ളിലെ വായുവിൽ കലർന്നിരുന്നു. ശൈലജ ധർമ്മരാജനെ അടിമുടി നോക്കി. അവൾ മെല്ലെ ആടുന്ന കസേരയിൽ ഇരിക്കുകയായിരുന്നു. നരേന്ദ്രൻ ഇപ്പോൾ എവിടെയാണ്? ആ ചോദ്യത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ധർമ്മരാജൻ വന്നത്. എന്നിട്ടും മറുപടി പറയാൻ അയാൾ അല്പം വൈകി. ജയിലിൽ. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് കേസ്?
വ്യാജമദ്യമുണ്ടാക്കി വിറ്റു. കൊള്ളാം. ശൈലജ തൻ്റെ വിരലുകൾ കൂട്ടിപ്പിണയ്ക്കുകയും അഴിക്കുകയും ചെയ്തു. നരേന്ദ്രൻ്റെ കുടുംബമോ? അറിയില്ല. ശൈലജ കസേരയിൽ നിന്നും എഴുന്നേറ്റു. മുറിയിലൂടെ മെല്ലെ നടന്നു. അവളുടെ മകൻ കിടക്കയിൽ ഷാൾ പുതച്ചു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നരേന്ദ്രന് എത്ര വർഷം കിട്ടി ശിക്ഷ? അറിയില്ല. ശൈലജ മിണ്ടാതെ മുറിയിലൂടെ 2 ചാൽ കൂടി നടന്നു. അതിനുശേഷം പറഞ്ഞു, ധർമ്മരാജന് പോകാം. ഒന്നും മിണ്ടാതെ ധർമ്മരാജൻ പുറത്തേക്ക് പോയി. ശൈലജ കിടക്കയിൽ വന്നിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന മകനെ നോക്കി. അവൾ അവൻ്റെ അരികിലേക്ക് കൈകുത്തി ചാഞ്ഞു കിടന്നു. അവൻ്റെ ചുരുളൻ മുടിയിൽ പതുക്കെ തലോടി. 9 മണിക്ക് മഹാദേവൻ തമ്പി തിരിച്ചു വന്നു. ധർമ്മരാജൻ അയാളെ സമീപിച്ചു പറഞ്ഞു, മുതലാളി സംശയിച്ചത് ശരി തന്നെ. അവൾ വല്ലതും ചോദിച്ചുവോ? മഹാദേവൻ തമ്പി ഉദ്വിഗ്നനായി. നരേന്ദ്രൻ എവിടെയെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. വേറൊന്നും ചോദിച്ചില്ലേ? നരേന്ദ്രൻ്റെ കുടുംബത്തെപ്പറ്റിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ലെന്ന്. അത്രേ ഉള്ളൂ? സാരമില്ല, തീർന്നല്ലോ. പിറ്റേന്ന് ശൈലജ മോനെയും കൂട്ടി കാറിൽ മാട്ടുപ്പെട്ടിയിലും മറയൂരിലും പോയി. സന്ധ്യയോടെ വന്നു. നാളെ ഞാൻ തിരിച്ചു പോവുകയാണച്ചാ, അവൾ മഹാദേവൻ തമ്പിയോട് പറഞ്ഞു. എന്താ ഇത്ര പെട്ടെന്ന്? മുഷിഞ്ഞോ? അവൾ മൂളി. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ മൂവാറ്റുപുഴയ്ക്ക് മടങ്ങി. പൊടിമണ്ണടഞ്ഞ നടപ്പാതയ്ക്കരികിൽ കാർ നിന്നു. ശൈലജ കാറിൽ നിന്നിറങ്ങി ചുറ്റുപാടുകൾ നോക്കി. റോഡിൻ്റെ മറുവശത്ത് വായനശാലയ്ക്ക് ഇരുവശത്തുമായി 2 പെട്ടിക്കടകൾ, ഒരു ടെലിഫോൺ ബൂത്ത്. അത് മുമ്പുണ്ടായിരുന്നില്ല. വായനശാലയിലും പെട്ടിക്കടയിലും ഉണ്ടായിരുന്നവർ അവളെ തന്നെ നോക്കുകയായിരുന്നു. ശൈലജ മൺപാതയിലൂടെ നടന്നു. ഇഷ്ടിക നിർമ്മാണത്തിനു വേണ്ടി മണ്ണെടുത്തു പോയ കുഴികളാണ് നടപ്പാതയ്ക്ക് ഇരുവശത്തും. മലിനജലം കെട്ടിക്കിടക്കുന്ന ചതുരക്കുളങ്ങൾ. ഏത്തവാഴത്തോട്ടം, കാറ്റിലാടുന്ന വയൽ മുറിച്ചു കടന്ന് അവളുടെ വഴി ഒരു ഓടിട്ട വീടിന് മുമ്പിൽ ചെന്ന് നിന്നു. വെട്ടുകല്ലിൻ്റെ തേക്കാത്ത ചുമരുകൾ അതേപടി തന്നെ അവശേഷിക്കുന്ന അടഞ്ഞു കിടക്കുന്ന വീട്. ദീർഘകാലമായി ആൾവാസമില്ലാത്തതുപോലെ തോന്നി. ആ വീടിൻ്റെ മുറ്റത്തും നിളംതിണ്ണയ്ക്ക് താഴെയും കളകൾ തിങ്ങി വളർന്നിരിക്കുന്നു. ഭിത്തികളിൽ പോലും ചില കളകൾ വേര് പിടിച്ചിട്ടുണ്ട്. വീടൊഴിഞ്ഞു കിടക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ നിരാശയോടെ പിന്തിരിഞ്ഞു. വീണ്ടും നടപ്പാതയിലേക്ക് വന്നപ്പോൾ അയൽപക്കത്തെ വീട്ടിലെ ഒരു സ്ത്രീ വഴിക്കരികിൽ നോക്കി നിൽക്കുന്നത് കണ്ടു. ആരെ കാണാൻ വന്നതാ? ആ സ്ത്രീ ചോദിച്ചു. ആ വീട്ടിൽ താമസിച്ചിരുന്നവരൊക്കെ? അവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ. ഉണ്ടായിരുന്നല്ലോ ഒരു നരേന്ദ്രനും കുടുംബവും. അവർ 3 കൊല്ലം കഴിഞ്ഞില്ലേ ഈ വീട് വിറ്റ് മൂന്നാറിലേക്ക് പോയിട്ട്. ഇപ്പോൾ അവിടെ ആരും താമസമില്ലേ? വിറ്റ കാലം തൊട്ടേ അതങ്ങനെ ചുമ്മാ കിടക്കുക. വാങ്ങിച്ചയാളുടെ ജോലിക്കാരോ മറ്റോ വല്ലപ്പോഴും ഒന്ന് നോക്കിയിട്ട് പോകും. ആരാ വാങ്ങിയത്? ഏതോ ഒരു മുതലാളിയാ, മൂവാറ്റുപുഴക്കാരാ. അത് ശരി. വിറ്റുപോയ കൂട്ടർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേയില്ലേ? അതിനാരാ വരാനുള്ളത്? ആ നരേന്ദ്രൻ ചെറുക്കൻ കള്ളവാറ്റ് കേസിൽ ജയിലിൽ പോയി. അവനൊരു പെങ്ങളുണ്ടായിരുന്നതിനെ ഒരു ദിവസം കാണാനില്ല. ഇതേവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആ തള്ളയാണെങ്കിൽ ആദി പിടിച്ച് അവിടെ തന്നെ കിടന്നു മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് അവൻ്റെ അച്ഛനാ, ഒറ്റക്കാലൻ പ്രഭാകരൻ. അങ്ങേരെ അണക്കെട്ടേന്ന് താഴെ ചാടി ചത്തെന്നാ കേട്ടത്. ജയിലിൽ പോയ ചെറുക്കനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് തിരുവനന്തപുരത്തെ ഭ്രാന്താശുപത്രിയിലും. ശൈലജ നടുങ്ങിത്തെരിച്ച് നിൽക്കുകയായിരുന്നു. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ. വായനശാലയിലെ പിള്ളേരോട് ചോദിച്ചാൽ പറയും. ഞങ്ങളാരും പോയുമില്ല കണ്ടുമില്ല കേട്ടോ. ശൈലജ അവരുടെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. ആ നരേന്ദ്രനെയും വീട്ടുകാരെയും മൂവാറ്റുപുഴക്കാരനൊരു മുതലാളി ഹൈറേഞ്ചിൽ കൊണ്ടുപോയി ചതിച്ചതാണെന്നാ കേൾവി. നേരാണോ നുണയാണോന്നോ ദൈവത്തിനറിയാം. ആ ചെറുക്കൻ അവിടെ ആയിരുന്നല്ലോ പണി. ആട്ടെ, കുഞ്ഞേതാ? എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നല്ലോ. ശൈലജ മറുപടി പറഞ്ഞില്ല. അവൾ പിന്തിരിഞ്ഞ് നടന്നു തുടങ്ങി. നടപ്പാതയ്ക്ക് വീതി പോരെന്ന് അവൾക്ക് തോന്നി. നടപ്പാതയ്ക്ക് ഇരുവശത്തും വെള്ളം കെട്ടിയ ചതുരക്കുളങ്ങൾക്ക് വിസ്താരം കൂടിക്കൂടി വന്നു. അവ മരണക്കിണറുകൾ പോലെ അവളുടെ നടപ്പാതയെ കാർന്നെടുത്തുകൊണ്ടിരുന്നു. നരേന്ദ്രനെ ജയിലധികൃതർക്ക് കൈമാറുന്നതിന് മുമ്പ് മനോരോഗ ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടർ വിശദമായ പരിശോധനകൾ നടത്തി. മാസത്തിലൊരിക്കൽ ഇവിടെ കൊണ്ടുവരേണ്ടി വരും ചെക്കപ്പിന്. പിന്നെ ഗുളികകൾ വാങ്ങാനും. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നരേന്ദ്രനോടും ഡോക്ടർ പറഞ്ഞു, ഗുളികകൾ ക്രമമായിട്ട് കഴിക്കണം. കുറേ കാലം അങ്ങനെ കഴിക്കേണ്ടി വരും. നരേന്ദ്രൻ തലയാട്ടി. ജയിലിൽ നിന്ന് വന്ന വണ്ടി മനോരോഗ ചികിത്സാ കേന്ദ്രത്തിൻ്റെ മെയിൻ ഗേറ്റിനുള്ളിൽ കാത്തു കിടന്നിരുന്നു. നരേന്ദ്രൻ അതിലേക്ക് കയറിയിരുന്നു. ഉച്ചയോടെ മൂവാറ്റുപുഴ സബ് ജയിലിൽ അവർ എത്തി. ജയിൽ സൂപ്രണ്ട് പരിശോധനയ്ക്കായി എത്തിയിരുന്നു.
ഒടുവിൽ സൂപ്രണ്ട് രഘുപതിയുടെ ഓഫീസിലേക്കും നരേന്ദ്രനെ കൊണ്ടുപോയി. നരേന്ദ്രൻ ശാരീരികമായും മാനസികമായും ക്ഷീണിതനാണെന്ന് രഘുപതിക്ക് ഒറ്റ നോട്ടം മനസ്സിലായി. ഇവിടുന്ന് പോയതുപോലെയല്ലല്ലോ നീ തിരിച്ചു വന്നത്. നരേന്ദ്രൻ ഉറക്കം തൂങ്ങുന്നത് പോലെ തലയും താഴ്ത്തി നിന്നു. നിനക്കിപ്പോൾ പൂർണ്ണ സുഖമായോ? ആയി. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ടോ നിനക്ക്? ഉവ്. എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അറിയാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എത്ര കാലം നീ ചികിത്സയിലായിരുന്നെന്ന് അറിയാമോ? അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു. എത്രയാണ്? 2 വർഷവും 8 മാസവും. അതിനിടയ്ക്കുള്ള സംഭവങ്ങൾ നീ ഓർക്കുന്നുണ്ടോ? 3-4 മാസമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. നിന്റെ വേറെ ബൂട്ട്സ് ഓർമ്മയുണ്ടോ? ഉവ്. പെരുമ്പാവൂർ കീഴില്ലം ഒറ്റപ്ലാക്കൽ പ്രഭാകരൻ മകൻ നരേന്ദ്രൻ. അച്ഛനും അമ്മയും മരിച്ചു. സഹോദരിയെ കാണാതായി. ഒരു ചേച്ചി മൂവാറ്റുപുഴയിൽ ജീവിച്ചിരിപ്പുണ്ട്. നിർവികാരനായി അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഗുഡ്. നിന്റെ കേസിൻ്റെ വിചാരണ ഇടയ്ക്ക് വെച്ച് നിന്നുപോയിരുന്നു. നീ രോഗിയായി പോയത് തന്നെ കാരണം. ഇനി വൈകാതെ തന്നെ അത് പുനരാരംഭിക്കും. സൂപ്രണ്ട് അവനെ ഗാർഡുകളോടൊപ്പം സെല്ലിലേക്ക് അയച്ചു. അവൻ ജയിൽ വിട്ടു പോകുമ്പോൾ അവിടെയുണ്ടായിരുന്ന സഹതടവുകാരെ ആരെയും തിരിച്ചു വന്നപ്പോൾ കണ്ടില്ല. എല്ലാവരും അപരിചിതർ. സബ് ജയിലിലായതിനാൽ അവിടെ സ്ഥിരം തടവുകാരുണ്ടായിരുന്നില്ല. നരേന്ദ്രൻ ഒരു ഉറക്കം തൂങ്ങിയ പോലെ ജയിലിനുള്ളിൽ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. എല്ലാ മാസവും തിരുവനന്തപുരത്തെ മനോരോഗ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ ചെക്കപ്പിന് കൊണ്ടുചെല്ലണമെന്ന് അവൻ ജയിലധികൃതരെ ഓർമ്മിപ്പിക്കുമായിരുന്നു. പരിശോധനയും മരുന്ന് വാങ്ങലും അത് കഴിക്കലും മുടങ്ങാതെ തുടർന്നു പോന്നു. ഇതിനിടയിൽ കേസിൻ്റെ വിചാരണ പുനരാരംഭിച്ചു. തൻ്റെ കേസ് ആര് നടത്തുന്നു എന്ന് പോലും അവന് നിശ്ചയമില്ലായിരുന്നു. ദേവികുളത്തുനിന്ന് അഡ്വക്കേറ്റ് അബ്ദുൾ അസീസ് എന്നു പേരുള്ള ഒരു വക്കീൽ വന്ന് തൻ്റെ കേസ് വാദിച്ച് തിരിച്ചു പോകുന്നു എന്ന് മാത്രമേ നരേന്ദ്രൻ അറിയാമായിരുന്നുള്ളൂ. അയാൾക്ക് ഫീസ് കൊടുക്കുന്നതാര്? ഒന്നും അറിയില്ല. അറിയണമെന്ന് ആഗ്രഹിച്ചുമില്ല. ശിക്ഷയെപ്പറ്റിയും അവന് ഉത്കണ്ഠയൊന്നുമില്ലായിരുന്നു. വെറും തടവോ കഠിന തടവോ എന്തുമായിക്കോട്ടെ, എത്ര വർഷം വേണമെങ്കിലും ആയിക്കോട്ടെ, വധശിക്ഷയായാലും തരക്കേടില്ല. വിധി പറഞ്ഞ ദിവസം നരേന്ദ്രനെയും കോടതിയിൽ എത്തിച്ചിരുന്നു. ജഡ്ജി വിധിവായന നടത്തുമ്പോൾ നരേന്ദ്രൻ പ്രതിക്കൂട്ടിൽ മാറിൽ കയ്യും കെട്ടി തലയും താഴ്ത്തി നിന്നു. വിവിധ വകുപ്പുകളിലായി 11 വർഷത്തെ കഠിന തടവും 10,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസത്തെ കഠിന തടവ് വേറെയും. വിഷം കലർന്ന വ്യാജമദ്യം വിൽക്കുകയും അത് ഒരാളുടെ ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് 4.5 വർഷം. വ്യാജമദ്യം നിർമ്മിക്കുകയും അതിനുള്ള സാധന സാമഗ്രികൾ കൈവശം വയ്ക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് 4 വർഷം. വീട്ടിലും വാഹനത്തിലും വ്യാജമദ്യം സൂക്ഷിച്ചു എന്ന കുറ്റത്തിന് 2.5 വർഷം എന്നിങ്ങനെ പോയി ഓരോ വകുപ്പിലായി കിട്ടിയ ശിക്ഷ. ഒടുവിൽ 2 ഇളവുകളും നരേന്ദ്രന് അനുവദിക്കപ്പെട്ടു. ശിക്ഷാകാലാവധി വിവിധ വകുപ്പുകൾ പ്രകാരം 11 വർഷമാണെങ്കിലും ഏകകാലത്ത് അനുഭവിച്ചാൽ മതി. അതനുസരിച്ച് ആദ്യ ശിക്ഷയായ 4.5 വർഷത്തിനുള്ളിൽ മറ്റുള്ള ശിക്ഷാകാലാവധിയും അനുഭവിച്ച് തീരും. രണ്ടാമത്തെ അളവ് റിമാൻഡിലും മനോരോഗ ചികിത്സാ കേന്ദ്രത്തിലുമായി കഴിഞ്ഞ 46 മാസങ്ങൾ അനുഭവിച്ച് തീർത്ത തടവ് ശിക്ഷയായി കണക്കാക്കി ശിക്ഷാകാലാവധിയിൽ നിന്നും കുറയ്ക്കും എന്നതായിരുന്നു. അതനുസരിച്ച് നരേന്ദ്രൻ ഇനി 8 മാസം കൂടി ജയിൽവാസം അനുഭവിച്ചാൽ മതി. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി ചേർത്ത് 14 മാസം. പിഴ അടയ്ക്കാൻ ആരുമില്ലാത്തതിനാൽ 6 മാസത്തെ ശിക്ഷ കൂടി ചേർത്ത് താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് നരേന്ദ്രന് ഉറപ്പായിരുന്നു. സെൻട്രൽ ജയിൽ. പുതിയ ജയിൽ കോമ്പൗണ്ട്, പുതിയ തടവുകാർ, പുതിയ അന്തരീക്ഷം. എന്നാൽ നരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും ഒരു പുതുമയും ഇല്ലായിരുന്നു. മതിൽക്കെട്ടും സഹതടവുകാരും ഇരുമ്പഴികളിട്ട വാതിലും എല്ലാം ഒന്നു തന്നെ. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിനോ തടവുകാരുടെ കുപ്പായത്തിനോ തടവറകളുടെ ക്രമീകരണത്തിനോ മാറ്റമില്ല. അവിടുത്തെ 100 കണക്കിന് തടവുകാരിൽ ഒരാളായി അവനും ചേർന്നു. തനിക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ജോലികൾ ചെയ്തു. ഭക്ഷണവും മരുന്നും കൃത്യമായി കഴിച്ചു. തനിക്കുറങ്ങാൻ അനുവദിക്കപ്പെട്ട സ്ഥലത്തുറങ്ങി. ഒരു ദിവസം ഊണ് കഴിഞ്ഞ് ജയിൽ കോമ്പൗണ്ടിലെ മരത്തിൽ ചാരിയിരിക്കുകയായിരുന്ന നരേന്ദ്രൻ്റെ അടുത്തേക്ക് മറ്റൊരു ജയിൽ കുപ്പായം നടന്നു വന്നു. അവൻ്റെ അരികിലായി ഇരുന്നു. എന്താ നിൻ്റെ പേര്? അയാൾ ചോദിച്ചു. നരേന്ദ്രൻ ജയിൽ കുപ്പായത്തിലെ തൻ്റെ നമ്പർ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ പേരാ ചോദിച്ചേ. നരേന്ദ്രൻ. ഞാൻ സുഗതൻ. കഷണ്ടി ബാധിച്ച തലയും നരച്ച താടിരോമങ്ങളുമുള്ള ആ മുഖത്തേക്ക് നരേന്ദ്രൻ നോക്കി. അയാൾക്ക് ആ പേര് ചേരുന്നില്ലെന്ന് തോന്നി. പൊക്കം കുറഞ്ഞ് വണ്ണമുള്ള മനുഷ്യൻ. നിന്നെ ഞാൻ കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നു. ആരോടും മിണ്ടാട്ടമില്ല. സദാ നേരം ഉറക്കം തൂങ്ങുന്ന മട്ടിൽ എവിടെയെങ്കിലും കുനിഞ്ഞിരിക്കും. എന്താ നിൻ്റെ കേസ്? കള്ളവാറ്റ്. എത്ര വർഷം കിട്ടി? 11. പല വകുപ്പിലാ. 4.5 കൊല്ലം കിടന്നാൽ മതി.
പിന്നെ പിഴയടയ്ക്കാത്തതിൻ്റെ 6 മാസവും. ഇനി എത്രയുണ്ട് ബാക്കി? 1 കൊല്ലം കൂടെ. അപ്പോൾ ഇതുവരെ എവിടായിരുന്നു? സബ് ജയിലിൽ 3.5 കൊല്ലമോ? ഇടയ്ക്ക് ഊളംപാറയിലായിരുന്നു. എന്ത് പറ്റി? മനോരോഗമായിരുന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന്. നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? മനോരോഗം ഒരു കുറ്റമൊന്നുമല്ല. ക്ഷീണമാ, അതുകൊണ്ടാ. എന്തു ക്ഷീണം? മനസ്സിനോ ശരീരത്തിനോ? ഞരമ്പെല്ലാം അയഞ്ഞു പോയ പോലെ. കൈ പിടിച്ചാൽ മുറുകുന്നില്ല. വല്ലതും ആലോചിക്കാൻ തുടങ്ങിയാൽ പിടി കിട്ടുന്നില്ല. പതറി പോവുക. അപ്പൂപ്പൻ താടി പോലെ. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീടില്ല. അച്ഛനമ്മമാരില്ലേ? ഇല്ല, 2 പേരും മരിച്ചുപോയി. സുഗതൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നിർവികാരമായിട്ടാണ് അവനത് പറയുന്നത് തോന്നി. കൂടപ്പിറപ്പുകളോ? 2 പേരുണ്ടായിരുന്നു. ഒരാളെ കാണാതായി. മറ്റേയാളും ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ നിനക്ക് ആരുമില്ലേ? അതല്ലേ സുഖം. നരേന്ദ്രൻ സുഗതനെ നോക്കി ചിരിച്ചു. അവരൊക്കെ എങ്ങനെയാ മരിച്ചത്? അതൊന്നും പറയാതിരിക്കുക ഭേദം. അവൻ തല ചൊറിഞ്ഞു. അവനത് പറയാൻ ഇഷ്ടമില്ലെന്ന് സുഗതന് മനസ്സിലായി. സുഗതൻ നിർബന്ധിക്കാൻ പോയില്ല. മറ്റൊരവസരത്തിൽ ഒരൊഴിവ് ദിവസം സെല്ലുകളുടെ മുന്നിലെ നീളം വരാന്തയിൽ നരേന്ദ്രൻ തനിച്ചിരിക്കുമ്പോൾ സുഗതൻ അവൻ്റെ അരികെ ചെന്നിരുന്നു. മനസ്സിൽ പതറിപ്പോകുന്നുണ്ടെങ്കിൽ യോഗ ചെയ്യുന്നത് നല്ലതാ. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. പതുക്കെ നമുക്ക് ഏകാഗ്രത കിട്ടും, മനഃശക്തി വർദ്ധിക്കും. അതുമാത്രമല്ല, ശരീരത്തിന് ഓജസ് ഉണ്ടാവും. എനിക്ക് യോഗ അറിയില്ല. എനിക്കറിയാം, ഞാൻ കുറേ കാലം അത് ചെയ്തിരുന്നു. എന്നിട്ടും നരേന്ദ്രന് ഉത്സാഹമൊന്നും കണ്ടില്ല. നീ എങ്ങനെയാ വ്യാജവാറ്റിൽ ചെന്ന് പെട്ടത്? നിന്നെ കണ്ടാൽ ഈ അവസ്ഥയിലും അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. അതൊരു മുതലാളി ചതിച്ചതാ. ചതിയോ? അവൻ ജയിൽ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ജയിലിൽ അന്ന് പ്രത്യേക പരിപാടികളുണ്ടായിരുന്നു. തടവുകാരും ജയിലധികൃതരും ചേർന്നുള്ള മീറ്റിംഗ്, RDOയുടെ പതാക ഉയർത്തൽ, കേക്ക് വിതരണം, അങ്ങനെ പലതും. പ്രധാനപ്പെട്ട ചടങ്ങുകൾ അവസാനിപ്പിച്ചപ്പോൾ നരേന്ദ്രൻ സെല്ലിലേക്ക് തിരിച്ചു പോന്നു. അല്പം കഴിഞ്ഞപ്പോൾ സുഗതനും സെല്ലിലേക്ക് മടങ്ങി. നീ എന്താ വേഗം തിരിച്ചു പോന്നത്? കോൺക്രീറ്റ് സ്ലാബിന്മേൽ കാലുകൾ മടക്കി ഇരിക്കുകയായിരുന്നു നരേന്ദ്രൻ. ഒരു തളർച്ച പോലെ. നിന്റെ മനസ്സിനാ തളർച്ച. ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന നിരാശ. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന തോന്നൽ. പലപ്പോഴായി നരേന്ദ്രൻ്റെ ജീവിത കഴുത മുഴുവൻ സുഗതൻ ചോർത്തിയെടുത്തിരുന്നു. എൻ്റെ അത്ര ചേട്ടൻ അനുഭവിച്ചിട്ടില്ല, അവൻ പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ പ്രായമുണ്ടല്ലോ എനിക്ക്, ഇല്ലേ? നിന്നെപ്പോലൊരു മകൻ എനിക്കും ഉണ്ടായിരുന്നു. ഏതാണ്ട് നിന്നെപ്പോലെ തന്നെ ചായയും പെരുമാറ്റവും. സുഗതൻ അവൻ്റെ അടുത്തേ ഇരുന്നിട്ട് തുടർന്നു. നിന്റെ അത്ര അനുഭവിച്ചിട്ടില്ലെന്ന് പറയണ്ട. നിന്നേക്കാൾ അനുഭവിച്ചു. എന്നെ പറ്റിക്കാത്തവരില്ല. അച്ഛനും അമ്മയും ഒന്നിച്ചാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, അതും ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ. സുഗതൻ പറയുകയായിരുന്നു. വാഹനാപകടത്തിൽപ്പെട്ടാണ് അയാൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത്. പിന്നീട് പ്രായപൂർത്തിയായി. കുടുംബസ്വത്ത് വീതം വെച്ചപ്പോൾ കൂടപ്പിറപ്പുകൾ കബളിപ്പിച്ചു. വീടിനും പുരയിടത്തിനും പകരം പണമാണ് സുഗതന് കിട്ടിയത്. കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടത്ത് പോയി താമസിച്ച സുഗതൻ ഒരു ഹോട്ടൽ നടത്തി. അത് പൊളിഞ്ഞപ്പോൾ മലഞ്ചരക്ക് വ്യാപാരം നടത്തി. അതും നഷ്ടമായപ്പോൾ മകൻ ഇടപെട്ടു. അച്ഛൻ വീട്ടിലിരുന്നാൽ മതി, ബിസിനസ് ഞാൻ നോക്കിക്കൊള്ളാം എന്ന അന്നാട്ടിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനുമായി ചേർന്ന് കുറിക്കമ്പനി തുടങ്ങി. ആ വഴിക്ക് പണം മുഴുവൻ ചോർന്നുപോയി. ബിസിനസ് പാർട്ണർ പണം മുഴുവൻ അമുക്കിക്കളഞ്ഞു. ഒരു രാത്രിയിൽ മദ്യഷാപ്പിൽ വെച്ച് 2 പേരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. പിറ്റേന്ന് ജീപ്പ് ഇടിച്ച് മരിച്ച നിലയിൽ റോഡരികിൽ കിടന്ന മകൻ്റെ ജഡമാണ് സുഗതൻ കണ്ടത്. സുഗതൻ മകൻ്റെ ഘാതകനെതിരെ കേസിന് പോയി. പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. ഇടിച്ച ജീപ്പും കസ്റ്റഡിയിലെടുത്തു. 2-3 ദിവസത്തിനുള്ളിൽ കൊലയാളി ജാമ്യത്തിലിറങ്ങി. അന്ന് മുതൽ ഉപദ്രവമാണ്. ഗുണ്ടകളെയും കൂട്ടി വന്ന് തങ്ങൾ താമസിക്കുന്ന വാടക വീടിന് കല്ലെറിയുക, വെല്ലുവിളിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവ. ഭാര്യയ്ക്കും പ്രായപൂർത്തിയായ പെൺമക്കൾക്കും പുറത്തിറങ്ങാൻ വയ്യ. എല്ലാം നഷ്ടപ്പെട്ട സുഗതൻ ഒടുവിൽ ഒരു ചെറിയ പച്ചക്കറിക്കട നടത്തിയാണ് ഉപജീവനം കഴിച്ചിരുന്നത്. മകൻ്റെ ഘാതകൻ ഒരു ദിവസം അവിടെയും എത്തി. കേസ് പിൻവലിച്ചില്ലെങ്കിൽ പെൺമക്കളെ അപമാനിക്കുമെന്നായിരുന്നു ഭീഷണി. പച്ചക്കറി തട്ടിന് അപ്പുറവും ഇപ്പുറവും നിന്നുള്ള വാക്കേറ്റ ഒടുവിൽ കയ്യേറ്റമായി. പച്ചക്കറി തൂക്കുന്ന തുലാസിൻ്റെ ചങ്ങല തൻ്റെ കഴുത്തിൽ മുറുകിയപ്പോൾ മരണവെപ്രാളത്തിൽ പലകത്തട്ടിൽ പരതിയ സുഗതൻ്റെ കൈ ചെന്ന് തടഞ്ഞത് 2 കിലോ കട്ടിയിലാണ്. വേറൊന്നും അന്നേരം ഞാൻ ആലോചിച്ചില്ല. മരിച്ചുപോയ എൻ്റെ മകൻ്റെ ആത്മാവും പ്രേരിപ്പിച്ച് കാണും. കട്ടി പൊക്കി ഒറ്റയടിയായിരുന്നു. അവൻ്റെ തലയോട് അകത്തേക്ക് ചളുങ്ങിപ്പോയി. അവനെ നേരെ ചുടുകാട്ടിലേക്കെടുത്തു. എന്നെ ഇങ്ങോട്ടും. ജീവപര്യന്തമാ അവർ തന്നത്. നരേന്ദ്രൻ സുഗതൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നീ അന്ന് ആലോചിച്ച് നോക്ക്.
എല്ലാം ഉണ്ടായിരുന്നവനാ ഞാൻ. ഓരോന്നോരോന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. നോവൽ വീണ്ടും നാളെ തുടരും.